മിഡിൽ ഈസ്റ്റിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെ മുനയിൽ നിർത്തുന്ന വാർത്തകളാണ് സൗദി അറേബ്യയിൽ നിന്നും പുറത്തു വരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് സൗദി മണ്ണിൽ വെച്ച് ചരിത്രപരമായ പ്രഹരം നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇറാന്റെ നേരിട്ടുള്ള ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ 5 ഇന്ധനം നിറയ്ക്കുന്ന ഭീമൻ വിമാനങ്ങൾ തകർക്കപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങളായ വാൾ സ്ട്രീറ്റ് ജേണലും റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സംഭവം കേവലം ഒരു നാശനഷ്ടത്തിനപ്പുറം അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ സുരക്ഷാ പഴുതുകളെ തുറന്നു കാണിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളമാണ് ഈ ദാരുണ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വ്യോമയാന പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ താവളത്തിൽ ഇന്ധനം നിറയ്ക്കാനായി എത്തിയ വിമാനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. 2 ഉന്നത അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് വാൾ സ്ട്രീറ്റ് ജേണൽ ഈ വാർത്ത പുറത്തുവിട്ടത്. ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടതായോ പരിക്കേറ്റതായോ ഉള്ള ഔദ്യോഗിക സ്ഥിരീകരണം പെറ്റഗണിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും വിമാനങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വൻ സാമ്പത്തിക പ്രതിരോധ തകർച്ചയാണ്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു കടന്നാക്രമണം അമേരിക്ക തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അമേരിക്കൻ വ്യോമസേനയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ബോയിങ് KC-135